സ്പോർട്സ് പേഴ്സണിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു പ്രോബ്ലമാണ് റിക്കറൻറ്റ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അഥവാ കൂടെയുള്ള ഷോൾഡർ ഡിസ്ലൊക്കേഷൻ. ഷോൾഡർ എന്ന് പറയുന്നത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ഈ സോക്കറ്റിൽ പിടിച്ചു വെക്കുന്ന ബോളിനെ സപ്പോർട്ട് ചെയ്യുന്നത് മുൻഭാഗത്തുള്ള ലിഗമെൻറ്റും ലാബ്രും തമ്മിലുള്ള കോംപ്ലക്സ് ആണ്. ഈ കോംപ്ലക്സ് ലിഗമെൻറ്റുകളൊക്കെ ടയർ വരുന്ന സമയത്ത് ഈ ബോൾ കൂടെ ഈ സോക്കറ്റും തെന്നി മാറുന്നതിനാണ് നമ്മൾ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി ഒരു 1-2 ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഡിസ്ലൊക്കേഷൻ കഴിഞ്ഞ ഉടനെ ഒരു 1-2 ആഴ്ച ചെറിയ പെയിൻ ഉണ്ടാവുമെന്ന് കൂടി ഗ്രാജുവലി ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസൊക്കെ വഴി നമുക്ക് പേഷ്യൻറ്റിനെ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതേസമയം ഒരു 3 അതിൽ കൂടുതലോ ഡിസ്ലൊക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ലിഗമെൻ്റ് ലാബ്രം കോംപ്ലക്സ് ഒക്കെ ടയർ വന്നതുകൊണ്ട് തന്നെ ഒരു 90% കേസുകളിൽ നമുക്ക് സർജറി ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി ഒരു 3 അതിൽ കൂടുതലോ ഡിസ്ലൊക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അതിൽ ഒരു 90% കേസുകളിലും കീ ഹോൾ സർജറി വഴി തന്നെ നമുക്ക് ഈ ലിഗമെൻറ്റും ലാബ്രൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റും. അതേസമയം ചില പേഷ്യൻസിൽ ഈ സോക്കറ്റിലുള്ള ബോൺ ലോസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബോണിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ഒരു 5-8 സെൻറ്റിമീറ്ററുള്ള മുറിവ് ഉണ്ടാക്കിയിട്ട് ഉള്ള വേറെ ഡിഫറെൻറ്റ് കീ ഹോൾ അല്ലാത്ത ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കേണ്ടി വരും.